CAA നിയമം, അതായത് നമ്മളുടെ പൗരത്വ ഭേദഗതി നിയമം, അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു. അതെ, തമിഴ്നാട് പറയുന്നത് അദ്ദേഹത്തിന്റെ നിലപാട്. ഇന്നലെ അദ്ദേഹം ഈ തീരുമാനം ചട്ടങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അത് ആവർത്തിച്ചു. തമിഴ്നാട് ഇന്ന് പറഞ്ഞു, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു നടപ്പാക്കില്ല. അപ്പോൾ നമുക്ക് നോക്കണം, ഇത് ഈ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഇത് നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ? അപ്പൊ നമുക്ക് അത് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ എക്സ്പ്ലെയിനറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തിനോ തമിഴ്നാടിനോ പശ്ചിമ ബംഗാളിനോ പറഞ്ഞാൽ നടപ്പാക്കാതിരിക്കാനാകുമോ? ഇല്ല എന്നാണ് അതിലെ ഒറ്റ വാക്കിലെ ഉത്തരം. എന്ന് വെച്ചാൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനത്തിലൂടെയാണ് പൗരത്വ വിതരണം എന്ന് പറയുന്ന ആ പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ അത് നടപ്പാക്കില്ല എന്ന് സംസ്ഥാനങ്ങൾക്ക് പറയാൻ ഭരണഘടനാപരമായി കഴിയില്ല. അതെ, അങ്ങനെ പറഞ്ഞാൽ അത് നടപ്പാകാതിരിക്കത്തുമില്ല. അതാണ് അതിന്റെ മലയാളം. അപ്പോൾ നമ്മൾ അതിന്റെ ഈ ചട്ടങ്ങളിലേക്ക് വന്നാൽ ആർക്കൊക്കെ പൗരത്വം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്. 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലുള്ളവർക്കാണ് അതിന്റെ പൗരത്വം എന്നതാണ് അതിന്റെ ഉത്തരം. അപ്പോൾ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന ഹിന്ദു, സിഖ്, പാഴ്സി, ജെയിൻ, ബുദ്ധ, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് മാത്രമാണ് പൗരത്വം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് നമ്മൾ ഓർക്കണം. അവിടെയാണ് തർക്കങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് ഹിന്ദു, സിഖ്, പാഴ്സി, ജെയിൻ, ബുദ്ധ, ക്രിസ്ത്യൻ, അവർക്കാണ് ഈ പൗരത്വത്തിനുള്ള അവകാശം എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ ഓൺലൈൻ വഴിയുള്ള അപേക്ഷയ്ക്കുള്ള നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പോർട്ടൽ ഇന്ന് വന്നിട്ടുണ്ട്. ആ പോർട്ടൽ ഉപയോഗിച്ചാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, ആ രീതിയൊക്കെ ഇന്ന് ഔദ്യോഗികമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. യോഗ്യത പരിശോധിക്കുന്നത് ജില്ലാതല സമിതികളാണ്. അതിൽ ജില്ലാ കളക്ടർമാരില്ലേ ഇല്ല. അവിടെ പ്രശ്നമുണ്ട്. സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ ഒരു പക്ഷേ ജില്ലാ കളക്ടർ ഉണ്ടെങ്കിൽ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ജില്ലാതല സമിതിയിൽ കളക്ടർമാരില്ല. ഈ സമിതിയിൽ അങ്ങനെയാണ് ആരോപണം, അങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ജില്ലാതല സമിതിയിൽ കളക്ടർമാരില്ല. സമിതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ സംസ്ഥാന ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ ഉണ്ടാകുമെന്നാണ് ചട്ടം പറയുന്നത്. വേണമെങ്കിൽ ഈ സമിതിയെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം കേന്ദ്രത്തിനാണ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. അങ്ങനെ വരുമ്പോൾ ഈ രേഖകൾ എന്തൊക്കെയാണ് അതുകൂടി നോക്കണമല്ലോ. എന്തൊക്കെ രേഖകൾ ഉള്ളവർക്ക് കൂടി പൗരത്വം അനുവദിക്കും? ഇതുവരെ പൗരത്വം ലഭിക്കാൻ ഈ 3 രാജ്യങ്ങൾ, നമ്മൾ പറഞ്ഞ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങളിലെ പാസ്പോർട്ട് അല്ലെങ്കിൽ ഇന്ത്യ അനുവദിച്ച വിസ ഇതൊക്കെ നിർബന്ധമായിരുന്നു. ഇപ്പോൾ ജനന സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ലൈസൻസ്, ആ ഭൂമിയുടെ ആധാരം, അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ നൽകിയാൽ മതി. എന്ന് വെച്ചാൽ ഒരു തിരിച്ചറിയൽ രേഖ ഏതെങ്കിലും ഒന്ന് കയ്യിൽ ഉണ്ടായാൽ മതി. അത് മാത്രം കൊണ്ട് നമുക്ക് ഇന്ത്യയിലേക്ക് കടക്കാം. അതെ, ഇന്ത്യൻ പൗരൻ ആകും. ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വന്ന 31 ലക്ഷം ആളുകളാണ് ഈ രാജ്യത്ത്, അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോഴുള്ളത് എന്നാണ് 2011 സെൻസസ് പ്രകാരമുള്ള കണക്ക്. അതിനുശേഷം ഏതാണ്ട് 10-13 വർഷമായി ഈ ഒരു പിടിയുമില്ല. അപ്പോൾ ഈ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, എന്ന് വെച്ചാൽ അതിലെ മുസ്ലിം വിഭാഗത്തിലുള്ളവരൊക്കെ ഇവിടെയുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴുയരുന്ന ഈ പ്രതിഷേധങ്ങൾ. എന്ന് വെച്ചാൽ അവർക്കൊക്കെ തിരികെ ഈ രാജ്യത്തുനിന്ന് പോകേണ്ടി വരുമോ എന്ന ആശങ്ക. അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പൗരത്വ ഭേദഗതി നിയമം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. രാജ്യത്ത് SFIയും പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഡൽഹിയിലും ഒക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പറയാം, അല്ലേ വിജയകുമാർ?